മനുഷ്യനെ നേരായ വഴിയിൽ, നല്ലതിന്റെ വഴിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തമ മാതൃകകൾ നമ്മുടെ ചരിത്ര വായനയിൽ, നമ്മുടെ പാരായണത്തിൽ, വേദികളിൽ കടന്നു വരണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാന്മാരായ 4 ഇമാമുകളെ റമദാൻ പ്രഭാഷണങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അവതരിപ്പിച്ചത് മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ വഴിയിലൂടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഉന്നതമായ ഗിരിശൃംഖങ്ങളിലെത്തി മാനവികതയെ മുഴുവനും നല്ലതിന്റെയും കർമ്മധർമ്മങ്ങളുടെയും വഴിയിൽ നയിച്ചു കൊണ്ടുപോയ ഉന്നത മാതൃകകളായ ഇമാമുകൾ സമ്മാനിച്ചപ്പോഴേ പലപ്പോഴും ആലോചിച്ചു, സജ്ജനങ്ങളായ ഇമാമുകളെ അവതരിപ്പിക്കുമ്പോ മാതൃകാ മഹദികളെ കുറിച്ച് എവിടെയെങ്കിലും ഒക്കെ പറയണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ തുടങ്ങണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ റമദാനിൽ അവസരമുണ്ടായില്ല. കാരണം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവുമായി 2-3 ദിവസം അവിടുത്തെ ജീവചരിത്രത്തോട് ചേർന്ന് സംസാരിക്കേണ്ടി വന്നു. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ തുടങ്ങി വെക്കാൻ പോലും നമുക്ക് ശരിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇവിടെ ഏതു പറയണമെന്ന് വിഷയ നിർണയമില്ലാത്തത് കൊണ്ട് ആ ഒരു വിഷയ പരമ്പരയുടെ തുടക്കം മഹാന്മാരുടെ സന്നിധാനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവറുകളുടെ മഹനീയമായ ചാരത്തു നിന്ന് തുടങ്ങാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിക്കാൻ എന്തു ചെയ്യണമെന്ന് ഇമാമുകൾ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞവർ, അതുപോലെ തന്നെ അവിടുത്തെ സുനനുകളെ പാലിക്കണമെന്ന് പറഞ്ഞവർ, ഇൽമിന് സേവനം ചെയ്യണമെന്ന് പറഞ്ഞവർ, ആ കൂട്ടത്തിൽ ചില ഇമാമുകൾ എഴുതിയിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രസംഗത്തിന്റെ ഗാംഭീര്യമോ ആത്മീയ വഴലുകളുടെ ശാലീനതയോ പാലിക്കാൻ ചിലപ്പോൾ ചരിത്ര വായനയ്ക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഏതായാലും മഹദികളുടെ ചരിത്ര പാരായണം നമ്മുടെ സദസ്സിനും അതുപോലെ നമ്മുടെ സംഗമത്തിനും അനുഗ്രഹമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്പം അവിടുത്തെ ജീവിതത്തോട് ചേർന്നെന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ഒരുപാട് മാതൃകകളുടെ ഉദാഹരണമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ദശാസന്ധികളെയും കടന്നുവരവുകളെയും എല്ലാത്തിനെയും കൃത്യമായി അടയാളപ്പെടുത്താൻ വളരെ തേജോമയമായ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉണർത്തുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, അവിടുത്തെ കുടുംബിനികളുടെ ചരിത്രം, അതിനപ്പുറം മനോഹരമായ ഒരു ചരിത്രം നമുക്ക് വായിക്കാനില്ല. കാരണം സൂറത്ത് ഭി ഖുർആനി ഹേ ഓ സീറത്ത് ഭി ഖുർആനി ഹേ, അവിടുത്തെ ഭാവം ഖുർആനികമാണ്, അവിടുത്തെ ചരിത്രവും ഖുർആനികമാണ്, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഇടപെടലുകൾ എല്ലാം ഖുർആനികമായ ചലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെയുടെ മഹത്തുക്കളുടെ ചരിത്ര പാരായണത്തോട് ചേർന്ന് നിന്ന് ചില വാചകങ്ങൾ മാത്രം പറയാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ വഴി മദീനയിലെ രാജാവ് മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആധുനികതയുടെ വിമർശനങ്ങളെ മുഴുവനും അതിജയിച്ച് മുന്നോട്ടു പോകാൻ പറ്റുന്ന ആത്മീയ കരുത്തു നൽകുന്ന അത്യുജ്വലമായ അനുരാഗ പ്രവാഹത്തിന്റെ അതിമനോഹരമായ പ്രപഞ്ചമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ മനോഹരമായ ജീവിത തലത്തിലെ കൂടെ നിന്ന കൂട്ടുകാരികളുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് അല്പം ചില വാചകങ്ങൾ പറയുമ്പോൾ അങ്ങ് ബഖീഇൽ വിശ്രമിക്കുന്ന ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ വരച്ചു കാട്ടുന്ന സ്നേഹസന്നിധാനത്തിന്റെയും വിശ്വാസദാർഢ്യതയുടെയും പാതിവൃത്യത്തിന്റെയും ചാരിത്രശുദ്ധിയുടെയും എല്ലാം അധ്യായങ്ങൾ ഈ കാലഘട്ടത്തിലെ സഹോദരിമാർ, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ഉമ്മമാർ അവർക്ക് വായിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ അധ്യായമായിരിക്കും. ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി, അള്ളാഹു അവിടുത്തെ പരലോകം ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് എഴുതിയ ഫാത്തിമ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ആദരണീയരായ ഉസ്താദുമാർ അനുഗ്രഹത്തിന്റെ വാചകം എഴുതി തന്നപ്പോൾ എഴുതിയത്
നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം, ആധുനിക യുവതയ്ക്ക് സമ്മാനിക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം, മദ്റസത്തുർ റസൂലിൽ നിന്ന് പഠിച്ചെടുത്ത പാഠഭാഗങ്ങളുമായി പൂർണ്ണമായ മാതൃകാ ജീവിതം നയിച്ച മഹദികളും മഹാന്മാരുമാണ്. ഈ വിധത്തിൽ ആലോചിക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ ചില തലങ്ങളെ മാത്രമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെയും സുതാര്യമായി പരിചയമുള്ള ഭാഗങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ സാധാരണ കേട്ടുവരുന്ന വഴികൾ ഉണ്ടാകാം. പക്ഷേ മൗലിദ് ഓതുമ്പോ എന്നും സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ എന്ന് തുടങ്ങാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ നാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമന സൂക്ഷിപ്പുകാരികളായിരുന്ന മഹദികളുടെ ചരിത്രത്തിന്റെ പാരായണത്തിന് ചെറിയൊരു തുടക്കം ഇവിടെ കുറിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ അത് അനുഗ്രഹീതമായി തീരുമെന്നും തുടർന്നും ബാക്കിയുള്ള മഹദികളെ പറയാൻ ഇതൊരു നിമിത്തമാകുമെന്നും വിചാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്ന മഹാന്മാരുടെയും മഹദികളുടെയും ഒക്കെ സന്നിധാനത്തിൽ ഹിയ ജന്നത്തുൻ ത്വാബത് വ ത്വാബ നഈമുഹാ വ നഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി, മനോഹരമായ സ്വർഗീയ ആരാമത്തിലേക്ക്. ഹിയ ജന്നത്തുൻ ത്വാബത്, സ്വർഗം മനോഹരമാണ്, വ ത്വാബ നഈമുഹാ, അതിലെ അനുഗ്രഹങ്ങളും മനോഹരമാണ്. മാത്രമല്ല വ നഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി, അനുഗ്രഹങ്ങൾ അവസാനിക്കാത്തതാണ്. അനന്തമായ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗീയ പറുദീസയിൽ നിന്ന് സജ്ജനങ്ങളായ ആളുകളെ മറ്റുള്ള സജ്ജനങ്ങൾ മാടി വിളിക്കുമ്പോൾ സ്നേഹസന്നിധാനങ്ങളായി ചേർന്നു വച്ചിരുന്ന ഭൗതിക ജീവിതത്തിലെ സ്നേഹസമ്പാദനത്തിന്റെ കേന്ദ്രങ്ങൾ സൗഹൃദത്തോടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടുമ്പോ സ്വർഗീയ വനിതകളുടെ അമരത്ത് നിന്ന് മാടി വിളിക്കുന്ന ഭവതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ഇത് പറയുമ്പോൾ സ്വപ്നങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു ലോകത്താണ് ഉള്ളത്. എനിക്കതുകൊണ്ട് കുറെ സ്വപ്നങ്ങളൊന്നും ഉദ്ധരിക്കാൻ കുറച്ച് പേടിയുണ്ട്. ഒരുപാട് മഹാന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന്റെ രംഗം, അല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മഹദികൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയാണ് എന്ന് പല ഗ്രന്ഥങ്ങളിലും വായിക്കാം. ഇപ്പോഴതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നതിന് മുമ്പും ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്തിട്ടില്ലാത്ത, ബഹുദൈവാരാധനയിലേക്ക് കടന്നിട്ടില്ലാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന സ്വീകരിച്ചു. അവിടുത്തെയുടെ പ്രിയപുത്രി നുബുവത്തിന് അഥവാ ഹിജ്റയുടെ 5 വർഷം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ 4-ാം വർഷത്തിന്റെ അവസാനം ലോകത്തോട് ഉദയം ചെയ്യുകയാണ്. മാനവികതയുടെ മാർഗദർശകൻ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കണ്ടറിയുവാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയതിനു ശേഷം മഹദി പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. എന്റെ ഓർമ്മയുള്ള കാലം മുതൽ എന്റെ മാതാപിതാക്കൾ മുസ്ലിംകളാണ്, സജ്ജനങ്ങളാണ്, ഇസ്ലാമിനെ സ്വീകരിച്ചവരാണ്. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പിതാമഹന്മാർ വഴി 7-ാമത്തെയോ 8-ാമത്തെയോ പിതാവിലൂടെയും 5-ാമത്തെയോ 6-ാമത്തെയോ മാതാവിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോട് ചേരുന്നവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു റൂമാൻ എന്ന ഭാര്യയിൽ നിന്ന് അവിടെ ജനിച്ചത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയും അബ്ദുറഹ്മാൻ എന്ന സഹോദരനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിലാളനയേറ്റ് ചെറുപ്പത്തിലെ വളരാൻ കഴിഞ്ഞ ഭവതിയും
കുടുംബവുമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഹിജ്റയുടെ അഥവാ നുബുവത്തിന്റെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഭവതിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വീകരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇബ്നു സഅദിന്റെയും അതുപോലെ തന്നെ മറ്റു ചരിത്രകാരന്മാരുടെയും ഇടയിലുണ്ട്. അതിൽ നമ്മുടെ ഇമാമുകൾ പ്രബലപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചു പോരുന്നത്. വായിച്ചു നോക്കുമ്പോൾ സ്വതന്ത്രമായ എത്രയോ രചനകൾ, അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പരാമർശങ്ങൾ, ഹദീസിന്റെ ശകലങ്ങളെ വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിച്ച പഠനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഗഹനമായി വായിക്കാനുള്ളൊരു മേഖലയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ചരിത്ര വായനകൾക്ക് മലയാളത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്നില്ല. അറബി ഗ്രന്ഥങ്ങളുടെ ലോകം മുതഅല്ലിമുകളായ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. മഹാന്മാരായ ഇമാമുകളുടെയും മഹദികളുടെയും ഒക്കെ ചരിത്ര പരമ്പരകൾ, പല രാജ്യങ്ങളിലെയും ഗ്രന്ഥ സീരീസുകൾ, ഈജിപ്തിലെ ആലാം സീരീസും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇമാമുകളുടെയും മഹദികളുടെയും ഒക്കെ ചരിത്രം പറയാനുള്ള പരമ്പരകൾ തന്നെയുണ്ട്. യമനിൽ പോയി നോക്കിയാൽ ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വലിയ സീരീസുകൾ ഇവിടുത്തെ ലൈബ്രറികളിൽ നിന്ന് ലഭ്യമാണ്. പല രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിൽ അതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിലാളനയേറ്റു കഴിയുന്ന അവിടുത്തെയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജനിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ബാല്യകാലത്തു തന്നെ കടന്നു വരാൻ നിയോഗം കിട്ടിയ മഹദിയാണ്. ഇത് പറയുമ്പോൾ ചരിത്രപരമായി വായനയ്ക്കിടയിൽ 6-ാമത്തെയോ 7-ാമത്തെയോ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹിതയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുകാരിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. ചരിത്രത്തിന്റെ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളെല്ലാം കേവലമായ ഒരു പുരുഷന് സ്ത്രീയിൽ നിന്ന് ലഭിക്കേണ്ട സന്തോഷത്തെ മുഖ്യ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിന്റെ ഓരോ അധ്യായങ്ങളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിയിൽ അവിടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കരുത്തു പകരാൻ, സഹായം നൽകാൻ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ, ഒരു ഗോത്രം തന്നെ രക്ഷപ്പെടാൻ, ഒരു രാജ്യം തന്നെ സമാധാനപരമാകാൻ ഒക്കെയുള്ളതാണെന്ന് ചരിത്രത്തിലൂടെ അറിയാം. ജുവൈരിയ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചതു കാരണമായി 700 അടിമകൾ മോചിപ്പിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭവതിയായി സ്വീകരിച്ചപ്പോഴേക്ക് മദീനക്കാർക്ക് തോന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരിയുടെ കുടുംബം നമ്മുടെ അടിമകളായി ജീവിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാവരെയും മോചിപ്പിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒഴികെയുള്ള എല്ലാ ഭാര്യമാരും വിധവകളായിരുന്നു. അപ്പോൾ തന്നെ ചരിത്രം വായിക്കുന്നവർക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പുരുഷന്മാരുമായുള്ള സൗഹൃദം സ്വാഭാവികമായും കൂട്ടുകാരായി സ്വഹാബികളായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്വഹാബികളുടെയും സഹവാസത്തിലൂടെ പുരുഷന്മാരിൽ ആവശ്യമായ സമുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അവർക്ക് ആവശ്യമായ പ്രബോധനത്തിന്റെ വഴികൾ സുതാര്യമായി. അതേ സമയത്ത് സഹോദരിമാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും സംശയ നിവാരണത്തിന്റെയും വഴികൾ തുറക്കാൻ അവസരോചിതമായി അവിടുന്ന് വരിക്കേണ്ടി വന്ന ഭവതികളിലൂടെയും മഹദികളിലൂടെയുമാണ് ആ ദൗത്യം നിർവഹിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കുഞ്ഞുമോളായി ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ മോള് ആയിഷ കളിക്കുകയായിരിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ കൂട്ടുകാരികളെല്ലാം ഓടി ഒളിക്കും. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ കളിക്കോപ്പുകൾ ഒതുക്കി വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയുള്ളവരെ ഒക്കെ വിളിക്കും. ആയിഷയോട് പറയും, കുറച്ചു നേരം കൂടി കളിക്കാൻ. അവിടുന്ന് കണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നുബുവത്തിന്റെ രഹസ്യങ്ങളെ സ്വീകരിക്കുവാനും അതിനെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുവാനും ലോകാവസാനം വരെയുള്ള ചരിത്ര പ്രമാണങ്ങളെ രേഖപ്പെടുത്താനുമുള്ള വിജ്ഞാനകോശമായി വർത്തിക്കേണ്ടതാണ്
അതിനനുസൃതമായ ബാല്യമാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയിൽ കാണുന്നത്.